ഗ്യാസിന്റെ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ അടുത്ത് വരുന്നത് ഈ വയറ് വീർത്ത് കെട്ടുന്ന ഒരു ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ടാണ്. പ്രധാനമായും 3 ടൈപ്പാണ് ഈ വയറ് വീർത്ത് കെട്ടലുള്ളത്. ഒന്ന് അപ്പർ അബ്ഡോമൻ, വയറിന്റെ മുകൾ ഭാഗത്തുള്ള വീർത്തുകെട്ടൽ. എന്താണ് ഈ വയറിന്റെ മുകൾ ഭാഗത്ത് വയറ് വീർത്ത് കെട്ടാനുള്ള കാരണങ്ങൾ? അതിൽ പ്രധാനമായിട്ടുള്ളത് നമ്മൾ വായു വിഴുങ്ങുന്നതാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ വളരെ തിരക്ക് പിടിച്ച് ഹറിബറിയായി ഭക്ഷണം കഴിക്കുന്നത് വഴി കൂടുതൽ എയർ നമ്മുടെ വയറ്റിലേക്ക് പോവുകയും ഒരു വയറ് വീർത്തുകെട്ടൽ നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. അതിനുള്ള പരിഹാരം നല്ല സമയമെടുത്ത് ഡിസ്ട്രാക്റ്റഡ് ആവാതെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മൊബൈലോ ടിവിയോ ഒന്നുമില്ലാതെ ശരിയായ രീതിയിൽ ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഒരു തവണ ഭക്ഷണം കഴിക്കുമ്പോൾ മിനിമം ഒരു 32 തവണയെങ്കിലും ശരിയായ രീതിയിൽ ചവച്ചരക്കണം എന്നാണ് പറയുക. കാരണം നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണെങ്കിലും നമ്മളത് ശരിയായ രീതിയിൽ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. കാരണം നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്ന ഈ അന്നജം, കാർബോഹൈഡ്രേറ്റ് ഒക്കെ ശരിയായ രീതിയിൽ ദഹിക്കണമെന്നുണ്ടെങ്കിൽ അത് ഉമിനീരുമായി നല്ല രീതിയിൽ കൂടിക്കലരേണ്ടതായിട്ട് ഉണ്ട്. രണ്ടാമത്തെ ഈ അപ്പർ അബ്ഡോമൻ വീർത്തുകെട്ടലിന്റെ, വയറിന്റെ മുകൾ ഭാഗത്തെ വീർത്തുകെട്ടലിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഹയാട്ടസ് ഹെർണിയ ആകാം. അതായത് ആമാശയം നെഞ്ചിൻ കൂടിലേക്ക് കയറി വരുന്ന ഒരവസ്ഥയുണ്ട്, ഹയാട്ടസ് ഹെർണിയ എന്ന് പറയും. അതാകാം ഒരു കാരണം. രണ്ടാമതായിട്ട് വയറിന്റെ നടുഭാഗത്ത് മിഡിലിൽ വീർത്തുകെട്ടൽ അനുഭവപ്പെടും. പുക്കിളിന് ചുറ്റുമൊക്കെ ആയിട്ട് വയറ് വീർത്തുകെട്ടൽ അനുഭവപ്പെടുന്ന അവസ്ഥ. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സിബോ ആണ്. സിബോ എന്ന് പറഞ്ഞാൽ സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർഗ്രോത്ത്, അല്ലെങ്കിൽ സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ഫംഗൽ ഓവർഗ്രോത്തും ആകാം. അതായത് ചെറുകുടലിൽ ചീത്ത ബാക്ടീരിയകൾ അടിഞ്ഞുകൂടുകയും അതിന്റെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്ന അവസ്ഥ. ആ സമയത്ത് അവിടെ ശരിയായ രീതിയിൽ പെരിസ്റ്റാറ്റിക് മൂവ്മെന്റ്, ദഹനത്തിന് ആവശ്യമായിട്ടുള്ള ചലനം ശരിയായ രീതിയിൽ നടക്കാതിരിക്കുകയും അങ്ങനെ അവിടുന്ന് ഭക്ഷണം കൂടുതലായി മുന്നോട്ട് പോവാതിരിക്കുകയും അത് അവിടെ കിടന്ന് അടിഞ്ഞ് ഫെർമെന്റേഷൻ സംഭവിച്ച് ഗ്യാസ് ഉണ്ടാകുകയും ചെയ്യുന്ന ഒരവസ്ഥ. മൂന്നാമത്തത് ലോവർ അബ്ഡോമൻ, വയറിന്റെ താഴെ ഭാഗത്ത് വയറ് വീർത്ത് കെട്ടുന്ന അവസ്ഥ. അങ്ങനെ വയറ് വീർത്ത് കെട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വൻകുടലിൽ ദഹനം ശരിയായി നടക്കുന്നില്ല എന്നുള്ളതാണ്. അത് IBS ആകാം, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം കൊണ്ട് ദഹനം ശരിയായ രീതിയിൽ നടക്കാത്തതാകാം, മലബന്ധമുണ്ടെങ്കിൽ അതുകൊണ്ടാകാം, ശരിയായ രീതിയിൽ മലശോധന ലഭിക്കാത്തതാകാം, വൻകുടലിൽ വെള്ളത്തിന്റെ അംശം കുറയുന്നത്, നമ്മുടെ വെള്ളം കൂടി കുറയുന്നത് കാരണം വൻകുടലിൽ വെള്ളത്തിന്റെ അംശം കുറയുമ്പോഴും ശരിയായ രീതിയിൽ അവിടെ ദഹനം നടക്കാതിരിക്കുമ്പോൾ അവിടെ കിടക്കുന്ന ഫുഡ് ഫെർമെന്റേഷൻ സംഭവിച്ച് ഗ്യാസ് ഉണ്ടാകുകയും ചെയ്യുന്ന ഒരവസ്ഥയാകാം. അപ്പോൾ ഈ 3 ടൈപ്പ്, അപ്പർ അബ്ഡോമൻ, മിഡിൽ അബ്ഡോമൻ, ലോവർ അബ്ഡോമൻ, വയറിന്റെ മുകൾ ഭാഗം, നടുവിലെ ഭാഗം, താഴെ ഭാഗം, ഇങ്ങനെയാണ് വയറ് വീർത്തുകെട്ടൽ കൂടുതലായിട്ട് അനുഭവപ്പെടുക. ഇത് 3നും വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങളായിരിക്കാം ഈ വയറ് വീർത്തുകെട്ടലിന് കാരണമാകുന്നത്. അപ്പം നിങ്ങളുടെ കൂട്ടുകാരൻ ഇതിൽ ഏതാണ് എന്ന് അവരോട് ചോദിച്ചറിയുകയും അതിന് ആവശ്യമായിട്ടുള്ള കാരണം എന്താണെന്ന് കണ്ടെത്തി അതിനുള്ള പരിഹാരം അദ്ദേഹത്തിനോട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുക. ഓക്കെ, ഇങ്ങനെ വയറിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ആളുകൾക്ക് നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കണം. അവരോട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് പറയണേ. താങ്ക്